മഹീന്ദ്ര ഥാർ റോക്സ് ദ 5-door ഥാർ. ഒരുപാട് കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന 5-door ഥാർ ഇന്ന് കൊച്ചിയിൽ വെച്ച് നാഷണലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺ റോഡിൽ കണ്ടിരിക്കുന്നത് കൊച്ചിയിലാണ്. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. സോ ഥാറിൻ്റെ കാര്യം പറഞ്ഞാൽ മഹീന്ദ്രയ്ക്ക് ഥാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു മോഡലാണ്. അത് ഥാർ ഇറങ്ങിയ സമയം മുതൽ മഹീന്ദ്രയുടെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഥാറിൻ്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെയാണ് ഥാറിന് കേരളവും. കാരണം ഥാർ കേരളത്തിൽ 3-door ഇറങ്ങിയ സമയത്ത് കേരളത്തിൽ എൻ്റെ ഡ്രൈവ് നടത്തുമ്പോൾ ഭയങ്കര റീച്ചായിരുന്നു. ആളുകളെല്ലാം ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ 5-door ഥാർ നമ്മുടെ കൊച്ചിയിൽ തന്നെ അതിൻ്റെ നാഷണൽ ലോഞ്ച് നടത്തി. ഒരുപാട് ആക്ടേഴ്സ്, ഫർഹാൻ അക്തർ, ജോൺ എബ്രഹാം അവരെല്ലാവരും വന്നിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ലോഞ്ച് ഭയങ്കരമായിട്ട് അങ്ങ് പൊലിപ്പിച്ചത്. എന്താണെങ്കിലും കൊള്ളാം. ഫൈനലി വി ഗോട്ട് അവർ ഹാൻഡ്സ് ഓൺ ദിസ് ന്യൂ 5-door ഥാർ റോക്സ്. വേറെ ഒത്തിരി കഥയ്ക്ക് വലിയ പ്രാധാന്യമില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നേരെ ഥാർ റോക്സിൻ്റെ ഡിസൈനിലേക്ക് നമുക്ക് പോകാം. ഡിസൈൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പഴയ ഥാർ അല്ലെങ്കിൽ 3-door ഥാറിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് നല്ല എല്ലാം തന്നെ വ്യത്യാസമാണ്, എക്സെപ്റ്റ് ഫോർ ദ ബമ്പറിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ നമുക്ക് നേരെ ഗ്രില്ലിൽ നിന്ന് തുടങ്ങാം. ഗ്രില്ല് 3-door ഥാറിൽ വരുന്ന ഒരു സിംഗിൾ സ്ലാബ് ഗ്രില്ലാണ് വരുന്നത്. പക്ഷേ ഇതിൽ വരുമ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ്, മഹീന്ദ്ര അതിനെ വിളിക്കുന്നത് 6-pack ഗ്രില്ല് എന്നാണ്. അപ്പം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സ്ലാബ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഗ്രില്ലിൻ്റെ ആ ഭാഗത്ത്. ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ്ലി LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു C ടൈപ്പ് ഒരു DRLും നൽകിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടെ സ്ലീക്കായിട്ട് 3-doorനേക്കാളും കുറച്ചും കൂടെ സ്ലീക്കർ ആയിട്ടാണ് നമുക്ക് സിഗ്നൽ ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹൗസിംഗ് ആണെങ്കിലും ഒരു ബ്ലാക്ക് കളർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബമ്പറിൻ്റെ അവിടെ തന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് നമുക്ക് LED ആണ് വരുന്നത്. സോ എവറി ലൈറ്റ്സ് ഇപ്പോൾ നമുക്ക് LED ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ ബമ്പറിൽ വന്നിരിക്കുന്ന വ്യത്യാസം, ഈ ഒരു എഡ്ജ് നമുക്ക് 3-door ഥാറിലില്ല. ഈ ഒരു ഭാഗം കണക്ട് ചെയ്ത് ഫോഗ് ലാമ്പ് കണക്ട് ചെയ്യുന്നത് പുതിയ ഈ റോക്സിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബോണറ്റ് ആണെങ്കിലും വളരെ ലോ ആയിട്ട് നിൽക്കുന്ന ബോണറ്റ്, ആ ഒരു റാംഗ്ലർ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗം. പക്ഷേ അത് നമുക്ക് നേരത്തെ ഥാറിൽ 3-door ഥാറിൽ കിട്ടുന്നത് തന്നെയാണ്. സോ ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് കമ്പാരിസൺ, ബോണറ്റിൻ്റെ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ 3-doorൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് റോക്സിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കാണാൻ ഭംഗിയാണ്, ഒരു സംശയവുമില്ല. 3-door ഥാറിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 443 മില്ലിമീറ്റർ ലെങ്ത് കൂടിയിട്ടുണ്ട്. അതുപോലെ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 50 മില്ലിമീറ്റർ കൂടിയിട്ടുണ്ട്. ഹൈറ്റ് 68 മില്ലിമീറ്ററും കൂടിയിട്ടുണ്ട്. സോ 3-door ഥാറിൽ നിന്ന് 5-door ഥാറിലേക്ക് വരുമ്പോൾ ലെങ്ത്തിലും വിഡ്ത്തിലും ഹൈറ്റിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴാണ് നോർമൽ ഥാറിൽ നിന്നും റോക്സിനെ വളരെ വ്യത്യസ്തമാക്കുന്നത് ഇൻ മെനി വേസ്. എന്താണെങ്കിലും ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റാംഗ്ലർ സ്റ്റൈലിംഗ് ഇതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ ഇതിൻ്റെ വീൽസാണ് വരുന്നത്. ഇതിപ്പം AX7L എന്ന് പറയുന്ന വേരിയൻ്റാണ്, അതായത് ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാനുവൽ ആണ്. മാനുവൽ റിയർ വീൽ ഡ്രൈവ് ആണ് ഇപ്പോൾ AXL എന്ന് പറഞ്ഞു വരുന്നത്. അതിൽ വരുന്ന വീൽസ് 19-inch വീൽസാണ് വരുന്നത്. 19-inch വീൽസ്, 80 വീൽസ്, 80 ടയേഴ്സാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ അലോയുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുന്നത് യോ എന്ന് പറയില്ല സാധാരണ ചെത്ത് പിള്ളേരൊക്കെ, അതുപോലെ യോ എന്ന് പറയുന്ന ആ ഒരു ഡിസൈനിലാണ് ഈ അലോയ് ഡിസൈൻ വന്നിരിക്കുന്നതാണ് പറയുന്നത്. എന്താണെങ്കിൽ 19 ആണ് വരുന്നത്. താഴോട്ട് വരുമ്പോൾ 18-inch വീൽസാണ് വരുന്നത്. ഒരു സ്ക്വയർഡ് അപ്പ് വീൽ ആർച്ച് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മൾ സൈഡ് മിറർ നമ്മൾ നോർമൽ 3-doorൽ കണ്ടിരിക്കുന്നത് തന്നെയാണ്. ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടം വരെ നമ്മൾ നോർമൽ ഥാറിൽ കണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇനിയാണ് ഈ ഭാഗം. സോ അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഇതിൻ്റെ വീൽ ബേസിൻ്റെ കാര്യം പറയാം. വീൽ ബേസ് വരുന്നത് 2850 ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അപ്പം നമ്മുടെ നോർമൽ 3-door ഥാറിനേക്കാളും ഏകദേശം 400 മില്ലിമീറ്റർ വീൽ ബേസ് കൂടിയിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ സൈസിൽ വരുന്ന വ്യത്യാസം. റിയർ ഡോർ അതിൻ്റെ ഓപ്പണിങ്ങിന് വെർട്ടിക്കൽ ഹാൻഡിലാണ് വരുന്നത്. ഫുൾ 90 ഡിഗ്രിയിൽ നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട്. ഡോർ അത്യാവശ്യം കയറാനും ഇറങ്ങാനും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഡിസൈൻ, ഈ ഒരു ചെരിവ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഭാഗം ആണ് പലർക്കും രണ്ട് അഭിപ്രായം വരുന്നത്. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു അഡ്വഞ്ചർ ഫീലൊക്കെ വന്നേനെ. എന്താണെങ്കിലും ഇപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ്
ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സൈഡ് പ്രൊഫൈൽ വരുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത വരുന്നത് ഈ ഒരു ഡോറിൽ നിന്നാണ്. ഹിഞ്ചസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇങ്ങനത്തെ ഹിഞ്ചസ് നമ്മൾ റാംഗ്ലറിലൊക്കെ കാണുന്നതാണ്, ഈ ഒരു ഹിഞ്ച് സ്റ്റൈൽ. അതുപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ഹാൻഡിൽ ഇപ്പോൾ പുതിയ റോക്സിൽ വരുന്നുണ്ട്. ബാക്കിലും നമുക്ക് സ്ക്വയർഡ് അപ്പ് വീൽ ആർച്ച് വരുന്നുണ്ട്. അതാണ് സൈഡ് പ്രൊഫൈൽ. റോക്സിലേക്ക് വന്നപ്പോൾ ഒരു പ്രീമിയംനെസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ ഒരു കാര്യം, നമുക്ക് 3 ഡോർ ഥാറിൽ കിട്ടിയിരുന്നത് ഈ ഒരു ഫ്യൂവൽ ലിഡ് തുറക്കാനായിട്ട് നമ്മൾ കീ ഉണ്ടെന്ന്, അത് കീയുടെ കീ ഹോളിലേക്ക് ഇട്ട് തിരിച്ച് നമുക്ക് തുറക്കണമായിരുന്നു. അത് ഒത്തിരി പേര് അന്ന് 3 ഡോർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് കംപ്ലയിൻറ്റ് പറഞ്ഞാണ്. ഇപ്പോൾ നമുക്കത് അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ മാറ്റമായിട്ട് ഥാർ ഓണേഴ്സിന് അല്ലെങ്കിൽ ഥാർ ഇഷ്ടപ്പെടുന്നവർക്ക് ഫീൽ ചെയ്യും. പിന്നെയുള്ള ഥാറിൻ്റെ കളേഴ്സാണ്. കളേഴ്സ് വരുന്നത് നമുക്ക് ഏകദേശം 7 ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ഥാർ അവൈലബിൾ ആയിരിക്കും. അതൊരു ഡ്യുവൽ ടോൺ ഒക്കെ അവൈലബിൾ ഉണ്ട്. റെഡ്, വൈറ്റ്, ഒരു ബേജ്, ഒരു ഷാമ്പെയിൻ കളർ, അല്ലെങ്കിൽ ഒരു ബേജ് കളർ, ഗ്രേ, അങ്ങനെ ഒത്തിരി 7 ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ഇപ്പോൾ റോക്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എം ഗ്ലൈഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഥാർ റോക്സ് വരുന്നത്. അത് പുതിയ ന്യൂ ജനറേഷൻ നമ്മുടെ സ്കോർപിയോയിലൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഏത് രീതിയിൽ നോക്കിയാലും വെൽ ബിൽറ്റ് ആണ് ഥാർ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ നമ്മളിവിടെ ഒക്കെ കാണുന്ന ഓരോ പാർട്സിലും ആ ഒരു ഫിനിഷ്, നമ്മൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ബാക്ക് നോക്കാം. റിയർ ആണ് മറ്റൊരു ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്ന ഒരു സാധനം. അതിൻ്റെ മെയിൻ റീസൺ, ഞാൻ സൈഡ് പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ആ ട്രയാങ്കിൾ ക്വാർട്ടർ ഗ്ലാസ് വന്നതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ 3 ഡോർ ഥാറിൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ബാക്കിൽ നമുക്കൊരു ലഗേജ് വയ്ക്കാൻ സ്പേസ് ഇല്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു ഭാഗത്ത് നമുക്ക് LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. ഒരു C ഷേപ്പിൽ തന്നെ, നമ്മൾ ഫ്രണ്ടിൽ DR കണ്ട പോലെ തന്നെ ആ ഒരു C ഷേപ്പിൽ തന്നെയാണ് ഇവിടുത്തെ ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നത്. മുകളിൽ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. റിയർ ബാക്കിൽ തന്നെ നമുക്കൊരു സ്പെയർ വീല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ. നൗ നമ്മൾ തുറക്കുന്നത് പഴയ ഥാർ അല്ലെങ്കിൽ 3 ഡോർ ഥാർ തുറക്കുന്ന പോലെ തന്നെ ഈ ഗ്ലാസും പൊക്കണം. ഇപ്പോൾ കിട്ടുന്ന ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ലഗേജ് സ്പേസ് എന്ന് പറയുന്നത് 644 ലിറ്റേഴ്സിൻ്റെ നമുക്ക് സ്പേസ്, ലഗേജ് വയ്ക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്കിൽ സ്പീക്കേഴ്സ്, ഹാമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് സീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. സോ 644 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ഇപ്പോൾ ഥാറിൽ 5 ഡോർ റോക്സിൽ കിട്ടുന്നുണ്ട്. സോ അതൊരു വലിയ ഒരു ആശ്വാസമാണ് ഥാർ ലവേഴ്സിന്. സോ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഭാഗത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഥാർ റോക്സ് എന്നുള്ള ബാഡ്ജിങ് കിട്ടുന്നത്. മറ്റേ സൈഡിൽ നമുക്ക് ആൻറ്റനയാണ് വരുന്നത്. ഇത് 4x4 അല്ലാത്തതുകൊണ്ട് 4x4ൻ്റെ ബാഡ്ജിങ് വന്നിട്ടില്ല. 4x4ൻ്റെ ബാക്കിൽ നമ്മൾ ഥാറിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ 3 ഡോറിൽ കാണുന്ന പോലെ 4x4ൻ്റെ ബാഡ്ജിങ് വരും. ഇതിപ്പോൾ ഒരു റിയർ വീൽ ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ കീയിൽ നമുക്ക് റിമോട്ട് കീ ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ലോക്കും അൺലോക്കും അതുപോലെ അതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സംഗതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും ആ ഒരു കീ ഇട്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ കീ ഇട്ട് ചെയ്യാവുന്ന സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. എക്സ്റ്റീരിയർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇൻറ്റീരിയറിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ആരും ക്ഷമ നശിക്കരുത്. കാരണം ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് ആ ഒരു ക്വാളിറ്റിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ പ്രീമിയംനെസ് കൊടുക്കാനായിട്ട് പുതിയ റോക്സിൽ മഹീന്ദ്ര ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കാണുന്നത് വലിയൊരു സ്ക്രീൻ തന്നെയാണ്. 10.25 ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3 ഡോർ ഥാറിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ വെറും ഥാറിൽ നമ്മൾ കാണുന്നത് ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അന്ന് 8 ഇഞ്ചോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിംലെസ് സ്ക്രീൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പുതിയ സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു സ്ക്രീനാണോ, അത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. താഴെ ഈ സ്വിച്ചസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു എയർ വെൻറ്റ് നമുക്ക് നേരത്തെ ഥാറിൽ കിട്ടുന്നത് തന്നെയാണ്. ആ എയർ വെൻറ്റും അത് ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ എയർ വെൻറ്റിൻ്റെ ആ ഭാഗത്ത് കാർബൺ ഫൈബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നേരത്തെ ഥാറിൽ വന്നിരുന്നത് തന്നെയാണ്. ഈ സ്വിച്ചസും ഥാറിൽ വന്നിരുന്നത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് കിട്ടുന്നുണ്ട്. സ്വിച്ച് എല്ലാം ഡമ്മി സ്വിച്ചസിൻ്റെ എണ്ണം കുറഞ്ഞു. ഒരെണ്ണം മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ ഡമ്മി വരുന്നുള്ളൂ. അതിപ്പം 4 വീൽ ഇതിനകത്ത് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഈ ഒരു ഡമ്മി സ്വിച്ച് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 4 വീൽ ഡ്രൈവ് ഓടിച്ചിട്ടില്ല. ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് വയർലെസ് ചാർജർ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. മാനുവലാണ്, 6 സ്പീഡ് മാനുവലിൻ്റെ ഗിയർ ലിവർ. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് കിട്ടുന്നുണ്ട്. കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. ഇത് ഹാൻഡ് റെസ്റ്റ് ആണ്. ഇതൊരു 2 പീസായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഒറ്റ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനകത്തൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഹാൻഡ് റെസ്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് പോസിബിളാണ്. സ്റ്റിയറിംഗ് നമുക്ക് സ്കോർപിയോയിൽ കിട്ടുന്ന സ്റ്റിയറിംഗ് തന്നെയാണ്. പുതിയ സ്കോർപിയോയിൽ കിട്ടുന്ന സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 സ്ക്രീൻ ഞാൻ പറഞ്ഞ പോലെ 10.25 ഇഞ്ചാണ്. ഗ്രാബ് ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട്. നേരത്തെയുള്ള ഥാറിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിലില്ല. ഫ്രണ്ടിൽ നമുക്ക് 2 ഡോറിലും ഗ്രാബ് ഹാൻഡിലില്ല. ഇപ്പോൾ നമുക്ക് 4
ഡോറിൻ്റെ അല്ലെങ്കിൽ 4 പാസഞ്ചേഴ്സ് നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കിട്ടുന്നുണ്ട്. സോ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്. ഇത് നമുക്ക് റാംഗ്ലറിലൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ്. ഹാമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സൗണ്ട് സിസ്റ്റം അതിഗംഭീരമാണ്, ഒരു സംശയവുമില്ല. സീറ്റ്സ് ആണ് പിന്നെ ഒരു കാര്യം. സീറ്റ് ലെതറൈറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. ഒരു വൈറ്റ് കളറാണ്. നമ്മൾ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞാലും നമുക്കിത് വേണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാമെന്ന് വരെയാണ് മഹീന്ദ്ര പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് സീറ്റ് കിട്ടുന്നുണ്ട്. ഇതിലൊരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് തൈ സപ്പോർട്ട് ഒരല്പം കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാല് മുഴുവനായിട്ടും ഇതിൽ നമുക്ക് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമാണ് ഫ്രണ്ട് സീറ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്പേസ് ഒന്നും കുഴപ്പമില്ല, ഗുഡ് പൊസിഷൻ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിസിബിലിറ്റി പ്രോപ്പറായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് സോഫ്റ്റ് ലെതർ വരുന്നുണ്ട്. സോ ആ ഒരു പ്രീമിയംനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ എന്ന് പറയുന്നു, പക്ഷേ താറിൽ ഇപ്പം നമുക്ക് ഒരു പാനോറാമിക് സൺറൂഫ്, വലിയൊരു സൺറൂഫ് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ഇന്ത്യയിലെ ആളുകൾക്ക് ഏറ്റവും ഇപ്പോൾ ഒരു വാഹനം ചൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും വേണ്ടത് സൺറൂഫാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കവറിങ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത കവറിങ് ആണ്. നമ്മൾ പല ടൊയോട്ടയിൽ കാണുന്ന പോലെ ആ ഒരു പ്രശ്നങ്ങൾ നമുക്കില്ല. സോ ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ നമുക്കിപ്പോൾ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ആപ്പിൾ കാർപ്ലേ വയർഡുമാണ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഈ വയർലെസ് ചാർജറിൻ്റെ അവിടെ തന്നെ 65 വാട്ട്സിൻ്റെ സി ടൈപ്പ് പോർട്ടും കിട്ടുന്നുണ്ട്. ഒരു USB പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സി ടൈപ്പിൽ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇവിടെ ഇതിനകത്ത് പോസിബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ ORVM ഇപ്പോൾ ഫ്രെയിംലെസ് ORVM ആണ് വരുന്നത്. ഓട്ടോ ഡിമ്മിങ് ഫ്രെയിംലെസ് ORVM വരുന്നു. അഡാസിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അഡാസ് ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കണക്റ്റഡ് കാർ ഫീച്ചർ, ഒരുപാട് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഇറ്റ്സ് പാക്ഡ്, ഫീച്ചർ വൈസ് പാക്ഡ് ആണ്. അതിൻ്റെ പ്രീമിയംനെസ് അല്ലെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ബെറ്റർ ആയിട്ടുണ്ട്. സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ്. ഒരു സീറ്റിൻ്റെ ഒരു തൈ സപ്പോർട്ടിൻ്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഇമ്പ്രൂവ് ആയി അല്ലെങ്കിൽ ബെറ്റർ ആയി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ. ഇനി ബാക്ക് സീറ്റ് കാണാം, കാരണം അതാണ് മെയിൻ ഥാർ റോക്സ്. സെക്കൻഡ് റോയിലേക്ക് കയറുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 90 ഡിഗ്രി ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിലെ ഡോർ 90 ഡിഗ്രി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻട്രി എക്സിറ്റ് അതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പൊക്കമുണ്ട് വാഹനത്തിന്. അതുപോലെ തന്നെ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ്, അതുകൊണ്ട് സീറ്റിംഗ് പൊസിഷൻ ഗംഭീരമാണ്, ഗുഡ് പൊസിഷൻ. അതുപോലെ തന്നെ വിസിബിലിറ്റി ആണെങ്കിൽ ഫ്രണ്ട് സീറ്റിനേക്കാൾ കുറച്ചും കൂടി പൊങ്ങിയാണ് ബാക്ക് സീറ്റ്. അതുകൊണ്ട് നമുക്കൊരു തിയേറ്റർ ഫീൽ കിട്ടുന്നുണ്ട്. ഒരു നമ്മൾ മുകളിലൊക്കെ ഇരുന്ന് കാണുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഡോർ അടയ്ക്കാം. ഈ ഒരു പൊസിഷനിൽ നമ്മുടെ കൈ പ്രോപ്പർ ഹൈറ്റിൽ തന്നെ നമുക്ക് ഇരിക്കുന്നുണ്ട്. അതുപോലെ വിസിബിലിറ്റിയും കൊള്ളാം. സൺറൂഫിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടം വരെ വരുന്നുണ്ട്. ഹെഡ് മുട്ടുന്നില്ല, കൊള്ളാം. അതുപോലെ തന്നെ ലെഗ് സ്പേസ് ആണെങ്കിൽ ആവശ്യത്തിനാണ്. എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നോർമലി ഞാൻ അങ്ങനെ ഫുൾ ബാക്കിലോട്ട് ഇടുന്ന ഒരാളുമല്ല, ഫ്രണ്ടിലേക്ക് ഇടുന്നവരല്ല. അത്യാവശ്യം ഈ ഒരു പൊസിഷനിൽ സ്റ്റിയറിംഗ് പിടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഗ് സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. ബാക്കിൽ ബ്ലോർ കൊടുത്തിട്ടുണ്ട്. സി ടൈപ്പ് പോർട്ടും അതുപോലെ ചെറിയൊരു സ്റ്റോറേജ്, നമ്മുടെ ഫോണൊക്കെ വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റും കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം ആ ഒരു ഭാഗം, കപ്പ് ഹോൾഡർ വെക്കാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോൺ ഇവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. ഇതിൻ്റെ പോക്കറ്റിൽ നമുക്ക് ഫോൺ വെക്കാനുള്ളൊരു സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സേഫായിട്ട് അവിടെ ഇരുന്നോളും. ഇപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഫോണൊക്കെ അവിടെ വെക്കാം, ഓടി നടക്കാതിരിക്കും. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്രണ്ടിലെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിനകത്ത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് കൂടാതെ നമുക്ക് ബാക്കിലെ സീറ്റ് ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് റീക്ലൈൻ ചെയ്ത് ഇരിക്കാനും സാധിക്കും. സോ ഒരു കംഫർട്ടബിൾ സോണാണ്. നമ്മൾ ഓഫ് റോഡ് മാത്രം ഉദ്ദേശിച്ചല്ല, ഒരു നല്ല കംഫർട്ടബിൾ റൈഡും ഇപ്പോൾ ബാക്ക് സീറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് റോക്സ് ഡ്രൈവിന് കിട്ടിയപ്പം ഞങ്ങൾ കുറച്ചൊരു ഡ്രൈവിന് പോയൊരു ഹൈവേ ഡ്രൈവിന് പോയതിന് ശേഷം നേരെ ഓഫ് റോഡിനാണ് പോയത്. അത് കൂടാതെ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന റിയർ വീൽ ഡ്രൈവും കുറച്ചൊരു ഓഫ് റോഡ് ഞങ്ങൾ പോയി. അതിൻ്റെ ക്ലിപ്സ് നമ്മുടെ റീലിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ എഞ്ചിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സസ്പെൻഷൻ്റെ കാര്യം പറയേണ്ടി വരും. കാരണം സസ്പെൻഷനിൽ ഒരുപാട് എൻജിനീയറിങ് അവർ കൊണ്ട് നിറച്ചിട്ടുണ്ട്. സസ്പെൻഷൻ ഇസ് ഫാർ ബെറ്റർ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴുള്ള 3 ഡോർ ഥാറിൽ വരുന്ന സസ്പെൻഷൻ സെറ്റപ്പിന് ഈവൻ ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും എല്ലാം ഒരുപാട് ബെറ്റർ ആയിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. ടെക്നിക്കലി ഞാൻ ഒരുപാട് അതിനകത്തേക്ക് പോകുന്നില്ല, പക്ഷേ വൺ വേർഡ് സസ്പെൻഷൻ കുറച്ചും കൂടി കംഫർട്ടിനെ ഓറിയൻറ്റഡ് ആയി, കുറച്ചും കൂടി നമുക്ക് ഇപ്പം ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള വഴിയിലൂടെയൊക്കെ പോയാലും നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെ കുറച്ചും കൂടി ഒരു കംഫർട്ട് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ, ബേസിക്കലി ഹാൻഡ്ലിങ്, റൈഡ് ക്വാളിറ്റി എല്ലാം ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ പുതിയ റോക്സ് വന്നിരിക്കുന്നത്.
രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ നമുക്കിപ്പോൾ റോക്സ് അവൈലബിൾ ആയിരിക്കും. റോക്സ് അവൈലബിൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ, എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിൻ, മറ്റത് എം ഹോക്ക് ഡീസൽ എഞ്ചിൻ. ഇങ്ങനെ രണ്ട് എഞ്ചിനിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള. നമുക്ക് ആദ്യമേ പെട്രോൾ എഞ്ചിൻ്റെ കാര്യം പറയാം. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഡീസൽ എഞ്ചിനാണ്. സോ പെട്രോൾ എഞ്ചിനിലൊന്ന് തൊട്ട് തഴുകി അങ്ങ് പോവാം. പെട്രോൾ എഞ്ചിൻ വരുന്നത് 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. എം സ്റ്റാലിൻ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതിൽ ഒരെണ്ണം 6 സ്പീഡ് മാനുവലും മറ്റത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറുമാണ്. ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോൾ നമുക്കൊരു 4x4 കൂടെ അവൈലബിൾ ആയിരിക്കും. പെട്രോൾ എഞ്ചിനിൽ നമുക്ക് 4x4 അവൈലബിൾ ആയിട്ട് വരുന്നില്ല. നമുക്ക് വരുന്നത് ഒരു 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറുമാണ് വരുന്നത്. ഡീസലിലേക്ക് വരുമ്പോൾ ഒരു 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ, അതുപോലെ തന്നെ നമുക്ക് 4x4ൽ 6 സ്പീഡ് ഒരു ടോർക്ക് കൺവേർട്ടറും വരുന്നുണ്ട്. അങ്ങനെയാണ് 3 ഗിയർ ബോക്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ഫീലിൽ നമുക്ക് കിട്ടുന്നത് റോക്സ്. 6 സ്പീഡ് മാനുവലിൻ്റെ നമുക്ക് പവർ വരുന്നത് 150 HP പവറും 330 Nm ടോർക്കുമാണ്. അത് തന്നെയാണ് നമുക്ക് ടോർക്ക് കൺവേർട്ടറിൽ ലഭിക്കുന്ന 150 HP പവറും 330 Nm ടോർക്കും. എന്നാൽ 4x4 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് പവർ ഇറ്റ്സ് മച്ച് ബെറ്റർ. 169 ഏകദേശം 170 HP പവറിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 370 Nm ടോർക്കും നമുക്ക് ലഭിക്കുന്നു. സോ 4x4 ഡീസലിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് മച്ച് മോർ പവർഫുൾ. ടോർക്കും കുറച്ച് ബെറ്റർ ആയിരുന്നു, ഡ്രൈവും ബെറ്റർ ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് റിയർ വീൽ ഡ്രൈവ് മാനുവൽ ഡീസൽ എഞ്ചിനാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ പവർ 150 HP പവറും 330 Nm ടോർക്കുമാണ്. ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ആണ് മറ്റൊരു കാര്യം. ഇതിനകത്ത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. EPS ആണ് വരുന്നത്. നേരത്തെയും EPS ഉണ്ടായിരുന്നു, പക്ഷേ ആ പവർ സ്റ്റിയറിങ്ങിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണ് ഇതെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഇത് വേണ്ടത്ര നമുക്ക് ലൈറ്റുമാണ്. അതുപോലെ തന്നെ ആ ഒരു ഹൈഡ്രോളിക് ഫീൽ, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് തരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഫീഡ്ബാക്ക്, അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് സ്കോർപിയോയിലൊക്കെ കണ്ടിരിക്കുന്ന ആ സ്റ്റിയറിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 3 ഡോർ ധാരണയൊക്കെ ബെറ്റർ ആയിട്ടാണ് റോക്സിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആയിരിക്കും. ഒരു റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആയിരിക്കും. സിപ്പ്, സൂം, അതുപോലെ തന്നെ സ്നോ, മഡ്, സാൻഡ് എന്ന് പറയുന്ന 5 ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സും നമുക്കിപ്പോൾ ഈ റോക്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് വരുന്ന 5 ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സിൽ വരുന്നുണ്ടാവും. അതിനകത്ത് സിപ്പ്, സൂം, അത് സിപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റി ഡ്രൈവ്, അതുപോലെ സൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പവർ മോഡിലേക്ക് ഇടുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ സൂമിലേക്ക് ഇടാം. സൂമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പവർ മോഡ് നമുക്ക് ഫീൽ വരും. യെസ്, സൂം കുറച്ചും കൂടി നമുക്ക് പവർ ഫീൽ ചെയ്യും. അത് കൂടാതെ സ്നോ, മഡ്, സാൻഡ് എന്ന് പറയുന്ന 3 ഡിഫറെൻറ്റ് മോഡ്സും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കുറച്ച് ചെളിയിലേക്കൂടെ പോയപ്പോൾ നമ്മൾ ആ മഡ് മോഡിലേക്ക് ഇട്ടു. മഡിലേക്ക് ഇട്ടപ്പോൾ ഒരു ക്രോളിംഗ് മോഡും കൂടെ അതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം ഒരു 5 to 7 km/h ഓട്ടോമാറ്റിക്കലി കാറ് തന്നെ മാനേജ് ചെയ്ത് മൂവ് ചെയ്ത് ആ ഒരു ടെറൈനിലൂടെ താൻ കാറ് തന്നെ നമ്മൾ ഒരു ക്രൂസ് കൺട്രോളൊക്കെ ഇടുന്ന പോലെ തന്നെ 5 to 7 km/h സ്പീഡിൽ അത് ക്രൂസ് ചെയ്ത് ഈ മഡിലിട്ട് കഴിഞ്ഞാൽ മൂവ് ചെയ്യുകയും ചെയ്യും. ബ്രേക്കിംഗ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു SUV-യിലേക്ക് വരുമ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നമ്മളെല്ലാവരും കൺസേൺ ആവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഫ്രണ്ടിലാണ് നോർമലി 2 ഡിസ്ക് ബ്രേക്കാണ് തരാറ്. ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രമ്മാണ്. ഇതിലും അങ്ങനെ തന്നെയാണ് താഴെയുള്ള മോഡൽസിൽ അല്ലെങ്കിൽ താഴെയുള്ള വേരിയൻസിൽ. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ബ്രേക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു 6 സ്പീഡ് മാനുവൽ ആണ്. പക്ഷേ ഇതിൻ്റെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഡെഫിനറ്റ്ലി ACൻ്റെ ഗിയർ ബോക്സ് ആണ് ടോർക്ക് കൺവേർട്ടർ. അത് നല്ല ഗിയർ ബോക്സ് തന്നെയാണ്. അപ്പം അത് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഡീസലിൽ ഇപ്പം ഓട്ടോമാറ്റിക് വന്നിട്ടില്ല. ഇപ്പം ഈ ഒരു ഡ്രൈവിൽ ഒട്ടും തന്നെ ഇല്ല ഓട്ടോമാറ്റിക് വേർഷൻ. എനിക്കൊന്ന് വരുന്നേ ഉള്ളൂ. പക്ഷേ അവൈലബിൾ ആയിരിക്കും. ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബറിലാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ അത് നമുക്ക് ഡ്രൈവിന് തന്നിരിക്കുന്നത് മാനുവലാണ്. മാനുവലിൻ്റെ ഫീൽ ആണെങ്കിലും ഒട്ടും മോശമല്ല. കുറച്ച് അതിൻ്റെ ഗിയറിൻ്റെ ത്രോ കുറച്ച് ഡിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും അത് ഒട്ടും ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഒരു പ്രശ്നമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഇറ്റ്സ് കംഫർട്ടബിൾ. മാനുവൽ ആണെങ്കിലും നല്ല സുഖമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് ആണെങ്കിലും ക്വിക്കാണ്. നമുക്ക് പെട്ടെന്ന് അത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലും ഒരു ജേർക്കിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സോ ഓവറോൾ ആ ഒരു ഗിയർ ബോക്സ് നമുക്ക് ഒട്ടും ഒരു ഇറിറ്റേഷൻ തരുന്ന ഒരു ഗിയർ ബോക്സ് അല്ല. പക്ഷേ ഐ വാസ് ഡ്രൈവിംഗ് ആൻ ഓട്ടോമാറ്റിക്. സേഫ്റ്റി കൺസേൺസ് ഒന്നുമില്ല. കാരണം ഇതിനകത്ത് 6 എയർ ബാഗ് നമുക്ക് താഴെ തൊട്ട് 6 എയർ ബാഗ് ഉണ്ട്. അതുപോലെ ABS, EBD അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ അഡാസും നമുക്ക് വരുന്നുണ്ട്. അഡാസിൻ്റെ ലെവൽ 2 അഡാസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ അതെല്ലാം സെൻസിറ്റീവ് ആണ്. നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ലെയിൻ കീപ്പ് അസിസ്റ്റ് എല്ലാം നമുക്ക് അഡാസ് നമുക്ക് നന്നായിട്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്.
സോ ഞങ്ങൾ മീഡിയ ഡ്രൈവിൻ്റെ സെക്കൻഡ് ഡേയിലേക്ക് കടന്നിരിക്കുകയാണ്. സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ കിട്ടിയത് ഒരു മാനുവൽ ഡീസൽ ആയിരുന്നു. ഡീസൽ മാനുവലാണ് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടിയിരിക്കുകയാണ്. 2 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ വ്യത്യാസം അതിൻ്റെ ഗിയർ ബോക്സിൽ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പവറും അതിൻ്റെ ടോർക്കും എല്ലാം സെയിം തന്നെയാണ്. 150 HP പവറും 330 Nm ടോർക്കുമാണ് വരുന്നത്. സോ പവറിലോ ടോർക്കിലോ ഒന്നും വ്യത്യാസമില്ല. വ്യത്യാസം വരുന്നത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറച്ച് കംഫർട്ട് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. റെസ്റ്റ് എവറിത്തിങ് ഇസ് സെയിം. അപ്പോൾ ബേസിക്കലി മാനുവൽ ആണെങ്കിൽ കുറച്ചും കൂടി എൻഗേജ്ഡ് ഡ്രൈവ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഗിയർ ബോക്സ് മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പം ACൻ്റെ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ടോർക്ക് കൺവേർട്ടർ ACൻ്റെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ഒരുപാട് മാനുഫാക്ചേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. സോ ഗിയർ ബോക്സിനൊരു ഗ്യാരണ്ടി എന്താണെങ്കിലും ഉണ്ട്. അതിൻ്റേതായ ഒരു കംഫർട്ടും ഇതിനകത്തുണ്ട്. സോ ഡെഫിനറ്റ്ലി മാനുവൽ ഒരു എൻഗേജിങ് ഡ്രൈവ് തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാനുവൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഒരു സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ഈസി ഡ്രൈവ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഈസി ഷിഫ്റ്റ് നമുക്ക് വേറെ ബോദറേഷൻ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓട്ടോമാറ്റിക് തന്നെയായിരിക്കും നല്ലത്. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഒരു ക്വാളിറ്റിയും നല്ലതാണ്. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ് ഇതിനകത്ത് വരുന്നത്. സിറ്റി ഡ്രൈവിന് എസ്പെഷ്യലി കുറച്ച് നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം സ്റ്റിയറിംഗ് ഫാർ ബെറ്റർ, നമുക്കിപ്പോൾ ഉള്ള 3 ഡോറിനേക്കാൾ ഫാർ ബെറ്ററാണ് സ്റ്റിയറിംഗ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഗുണവും ഈ ഗിയർ ബോക്സും എല്ലാം കൂടി വരുമ്പോൾ സിറ്റി ഡ്രൈവ് റിയലി ഗുഡ്. പിന്നെയുള്ളത് മൈലേജ് ആണ്. നോർമലി മാനുവലിൽ മൈലേജ് കൂടുതൽ കിട്ടും, ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ കുറയും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ പല ആളുകൾക്കുണ്ട്. അങ്ങനെ വലിയ വ്യത്യാസമില്ല. ഇപ്പം എനിക്ക് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് സിറ്റുവേഷനിൽ എനിക്ക് കിട്ടുന്നത് 9.8 10 ആണ്. അത് എനിക്ക് മാനുവലിലും ഓട്ടോമാറ്റിക്കലും എനിക്ക് 10 ആണ് കിട്ടുക. സോ ഒരു റിയൽ ലൈഫിൽ നമ്മൾ നോക്കി ശ്രദ്ധിച്ചൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 10 to 11 അല്ലെങ്കിൽ ഒരു 12 വരെയൊക്കെ മാക്സിമം നമുക്ക് മൈലേജും കിട്ടാനും സാധ്യതയുണ്ട്. ഈവൻ ഓട്ടോമാറ്റിക്കലാണെങ്കിലും മാനുവലാണെങ്കിലും. നമ്മൾ ഡ്രൈവ് ചെയ്ത മാനുവൽ ഡീസലും അതുപോലെ ഓട്ടോമാറ്റിക് ഡീസലും നമുക്ക് കിട്ടിയത് ടോപ്പ് എൻഡ് വേർഷനാണ്. AX7L എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. AX7L ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. AX5L ഓട്ടോമാറ്റിക് ഡീസൽ റിയർ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട് 18.99 lakhs. പക്ഷേ ടോപ്പ് എൻഡ് വേർഷനിലേക്ക് ഓട്ടോമാറ്റിക് റിയൽ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് മാനുവൽ ഡീസൽ റിയർ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട് 18.99 lakhs. അതാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഞങ്ങളുടെ ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് ഫുൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ ചെളിയൊക്കെ ആക്കി തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണെങ്കിലും ഇതൊരു ഗംഭീര ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് തന്നെ പറയാം. ഞാൻ ആക്ച്വലി 3 ഡോറിൽ നിന്ന് 5 ഡോറിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രപ്പോർഷനേറ്റ് ആവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈവൻ ഡിസൈനിൽ പോലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതൊന്നുമില്ല. ഡ്രൈവിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, സസ്പെൻഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, സ്റ്റിയറിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈവൻ ഒരുപാട് കാര്യം എല്ലാ കാര്യത്തിലും ഐ തിങ്ക് ദിസ് ഥാർ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12.99 lakhs എന്നാണ് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഗോസ് അപ് ടു 18.99 lakhs ഇതുവരെ. ഇനി അത് ഇതുവരെയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 4x4 ഡീസലിൻ്റെ വില ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഇപ്പോൾ AX7L എന്ന് പറയുന്ന അവരുടെ മാനുവൽ റിയർ വീൽ ഡ്രൈവിൻ്റെ വിലയാണ് 18.99 lakhs എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് September 14th ടെസ്റ്റ് ഡ്രൈവ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ October 1st വീക്കിലായിരിക്കും ഇതിൻ്റെ ബുക്കിങ്സും സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ദസറയോടനുബന്ധിച്ച് ഇതിൻ്റെ ഡെലിവറിയും തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴേക്കുമാണ് മറ്റ് വേരിയൻസിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യുള്ളൂ. എന്താണെങ്കിലും ലോട്ട് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു പ്രീമിയംനെസ്സും എല്ലാം നന്നായിട്ട് ബെറ്റർ ആയിട്ടാണ് പുതിയ 5 ഡോർ ഥാർ റോക്സ് ഇന്ത്യയിലേക്ക് എത്തുന്നത്.